അസ്സലാമലൈക്കും. അല്ലോ, ചായക്ക് നേന്ത്രപ്പഴം തരട്ടെ? ഇതാണ് ഇവിടുത്തെ അവസ്ഥ. നേന്ത്രപ്പഴം വെറുതെ കഴിക്കാൻ ആർക്കും ഇഷ്ടമില്ല. പിന്നെ എൻ്റെ മോള് പതിവ് പൊതുവേ ഒരു എരിവിൻ്റെ ഒരു പ്രിയനായതിനെ കൊണ്ട്. പക്ഷേ അപ്പുറത്ത് നിൽക്കുന്ന ലെവൻ മധുരത്തിൻ്റെ ആളാണ്. അവനിക്ക് പഴംപൊരിയും നേന്ത്രപ്പഴവും എല്ലാം ഇഷ്ടമാണ് വെറുതെ കഴിക്കാനും. ഇന്നിപ്പോൾ സംഭവം അവൾ വേണ്ടാന്ന് പറഞ്ഞത് കൊണ്ട് സ്റ്റാർ ആവുകയായിരിക്കാം. അങ്ങനെ നമ്മളെന്താക്കി, പുറത്ത് നല്ല പൊരിഞ്ഞ മഴ. അപ്പം പിന്നെ എന്തായാലും പഴംപൊരി ഉണ്ടാക്കുക, നല്ല കട്ടനും അടിക്കുക. പിന്നെ പഴംപൊരിനെ പറ്റി ആയിരിക്കും പറഞ്ഞു തരേണ്ട, എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഇതിലൊരു പ്രത്യേകതയുണ്ട്. കാരണം ഇവിടെ അരിപ്പൊടിയില്ല, തീർന്ന്. അപ്പം പിന്നെ ഒരു അജ്മി പൗഡർ ഉണ്ടായിരുന്നു പുട്ടുപൊടിൻ്റെ, അതും അരിപ്പൊടിയാണല്ലോ. അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തുള്ളൊരു പഴംപൊരിയാണ്. അങ്ങനെ കുറേ കരിഞ്ചീരകം വരിയിട്ട് പിന്നെ പഞ്ചസാര, മഞ്ഞൾപ്പൊടി, ഉപ്പ്, അപ്പക്കാരം, വെള്ളം ഒഴിച്ച് നന്നായിട്ട് കൊണ്ട് മിക്സ് ചെയ്ത് മൈദയും നമ്മുടെ അജ്മി പൊടി നന്നായിട്ട് മിക്സ് ചെയ്ത് പഴംപൊരി നമ്മൾ കടയിലൊക്കെ കിട്ടുമല്ലോ, നീളത്തിൽ നല്ല വലുപ്പത്തിലുള്ള അങ്ങനത്തെ പഴംപൊരി. മുറിക്കാനൊന്നും നിന്നില്ല. അങ്ങനത്തെ നീളത്തിയിലിതാ പഴങ്ങളൊക്കെ സ്ലൈസാക്കി വെച്ച് നേരെ പൊരിക്കാൻ തുടങ്ങി. അവിടെ ഇത് കന്നറിയാതെ നല്ല ശിവ കണ്ടിരിക്കുകയാണ് കാർട്ടൂൺ. ഇപ്പോൾ ഇവിടെ സ്ഥിരം ഇതാണ് ശിവ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമായിരിക്കും കാർട്ടൂണ്. ഇനി ഈ ചാനലൊക്കെ അടുത്ത മാസം ആകുമ്പോഴത്തേനും കട്ടാക്കണം. അപ്പോൾ ദാ പഴംപൊരി പിന്നെയും അങ്ങോട്ടേക്ക് സെറ്റായി വരുമ്പോഴത്തേനും വേഗം കുറച്ച് വെള്ളം വെച്ച് കട്ടനിക്ക് നേരെ ഏലക്കായും കൂടി കുത്തിയിട്ട് ഈ ഏലക്കായൻ്റെ ഫ്ലേവർ ഇട്ട ചായ കുടിക്കാൻ എനിക്ക് എന്താണുള്ളൊരു പ്രത്യേകത. അങ്ങനെ കണ്ടപ്പോൾ എല്ലാവരും ആ മുഖം കണ്ടില്ല നിങ്ങളെ? പഴംപൊരി കണ്ട സന്തോഷമല്ല അവൾക്കല്ല, അവനിക്കാണ് വേണ്ടിയത്. പക്ഷെ അത് നേരെ തിരിച്ചെന്താ ഇങ്ങനെ സംഭവിച്ചത്? സംഭവം എന്തായാലും അജ്മി പൗഡർ ഇട്ടായാലും എന്താ, പഴംപൊരി തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഈ പറഞ്ഞ തിന്നണ ടൈമിൽ മഴ പെയ്തില്ല. ആ മഴ കട്ടൻ പഴംപൊരി അത് പോയിട്ട് വെറും കട്ടൻ പഴംപൊരി മാത്രമായി. അത് കഴിഞ്ഞാൽ ചായയോടി കഴിഞ്ഞപ്പോഴും നല്ല മഴയും. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.